ലോകത്തിന് ആശ്വാസമായി ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ആക്രമണ വാർത്ത ഇറാൻ നിഷേധിച്ചു. ഒന്നരയാഴ്ച നീണ്ടുനിന്ന യുദ്ധം അവസാനിക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ. വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് പിന്നാലെ വെടിനിർത്തൽ ലംഘിക്കരുത് എന്ന അഭ്യർത്ഥന ഇറാനും ഇസ്രയേലിനും മുന്നിൽ വയ്ക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായെങ്കിലും അത് വേഗത്തിൽ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിക്കുന്നത് ലോകത്തിനാകെ വലിയ ആശ്വാസമാകുന്നു. പ്രതീക്ഷിക്കപ്പെട്ട സാമ്പത്തിക വാണിജ്യ പ്രതിസന്ധികളെ മറികടക്കാനായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം യുദ്ധത്തിൽ ഇടപെട്ട 3 രാജ്യങ്ങൾക്കും ജയം അവകാശപ്പെടാനും കഴിയുന്നു. ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഇറാനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായി എന്നതാണ് അമേരിക്കൻ പക്ഷം. ഇസ്രയേൽ ആകട്ടെ ഇറാന്റെ ആണവായുധ സംഭരണ ശ്രമങ്ങൾ തകർക്കാനായെന്നും അവർക്ക് മേൽ വ്യോമാധിപത്യം നേടാനായി എന്നും അവകാശപ്പെടുന്നു. മറുഭാഗത്ത് ഇറാനും ജയത്തിന്റെ പക്ഷത്താണ്. അമേരിക്കൻ കേന്ദ്രത്തിനെതിരെ നടത്തിയ ആക്രമണത്തിലൂടെ ഒരു ആക്രമണത്തിന് മുന്നിലും ഇറാൻ തലകുനിക്കില്ല എന്ന പ്രതീതി ഉണർത്താൻ അവർക്കാകുന്നു. അതേസമയം യുദ്ധാനന്തരം ഇറാനെ കാത്തിരിക്കുന്നത് എന്ത് എന്നത് വലിയ ചോദ്യമാണ്. ഭരണകൂടത്തിനെതിരെ നിലവിലുള്ള എതിർപ്പ് കൂടുതൽ ശക്തമായാൽ അത് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.